എൻ്റെ സ്വന്തം സ്ഥലം, എൻ്റെ പേരിലുള്ള ആധാരത്തിൻ്റെ ആ സ്ഥലം ദല്ലാൽ നന്ദകുമാർ 10 ലക്ഷം രൂപ എനിക്ക് പൊതിയായിട്ട് പൊതിഞ്ഞ് അപ്പോൾ തന്നെ തൃശ്ശൂരിൽ ഓട്ടുപാറയിൽ വീട്ടിൽ ഒരു പൊതിയായിട്ട് അപ്പം തന്നെ കാറിൽ നിന്ന് എടുത്ത് ഒരു പൈസ കയ്യിലുള്ള ഒരു വ്യക്തിക്ക് എൻ്റെ ഒരു സ്ഥലം എനിക്ക് വിൽപ്പന നടത്താനുള്ള അവകാശമുണ്ട്. ഇനി നന്ദകുമാർ കോടതിയിൽ പോയാലും അവന് എൻ്റെ ഈ ഭൂമി മാത്രമേ കിട്ടൂ. ഞാൻ അവിടെ കേസ് പറഞ്ഞ് 10 ലക്ഷം കളയും. പ്രമുഖനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. വലിയ വീട്ടിൽ, വലിയ മുറിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവ് ആ മുറിക്കകത്തിരിക്കുന്നുണ്ടായിരുന്നു. ദല്ലാളിനെ കൊണ്ട് നിങ്ങളാണ് ചോദിപ്പിക്കേണ്ടത്. ഏത് നേതാവിനെയാണ് ദല്ലാൽ നന്ദകുമാർ? ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുമ്പോൾ തൃശ്ശൂരിൽ ഗോവിന്ദൻ മാഷയുടെ യാത്ര വരുന്ന ദിവസം ശോഭാ സുരേന്ദ്രൻ്റെ മുറിയിൽ, എവിടെ, രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേരിൽ രജിസ്റ്റർ ബുക്കിൽ ശോഭാ സുരേന്ദ്രൻ ഒപ്പുവെച്ച് ഞാൻ അരമണിക്കൂർ ആ മുറിക്കകത്തിരുന്നപ്പോൾ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത്? രഘുനാഥ് നാരായണൻ നമുക്കിപ്പോൾ ശരിയാണ്. ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രൻ. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോതയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മറുപടി നൽകുന്നത്. രഘു, ഇന്ന് പറയാതെ ചില കാര്യങ്ങൾ ഇനി വരും നിമിഷങ്ങളിൽ കേരളം ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ള ചില അർദ്ധവിരാമങ്ങൾ ഇട്ടുകൊണ്ടാണ് ശോഭ തുടങ്ങിയതും അതിലെ ഒടുക്കവും അങ്ങനെയായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ശോഭ പറഞ്ഞത് നന്ദകുമാറിനുള്ള മറുപടിയായി? നന്ദകുമാറുമായി സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ശോഭാ സുരേന്ദ്രൻ അംഗീകരിക്കുന്നുണ്ട്. അതിന് കാരണമായി പറയുന്നത് സഹോദരിയുടെ ഭർത്താവ് വലിയ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പണം ആവശ്യം വന്നു. ആ ഘട്ടത്തിൽ നന്ദകുമാർ ആ ഘട്ടത്തിൽ സഹായിച്ചു. എന്നാൽ പിന്നീട് സ്ഥലത്തിന്റെ ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്ഥലത്തിന്റെ പിന്നീട് കരാർ നടന്നില്ല. അതുകൊണ്ടാണ് പണം മടക്കി നൽകാത്തത്. മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വെച്ച് നന്ദകുമാറിന് സ്ഥലം എഴുതി നൽകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. പക്ഷേ പണം മടക്കി നൽകില്ല. കാരണം അതൊരു വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് പണം താൻ കൈപ്പറ്റിയതാണ്. അതുകൊണ്ട് പണം മടക്കി നൽകുന്ന യാതൊരു പ്രശ്നവുമില്ല. വേണമെങ്കിൽ സ്ഥലം നൽകാം, ബാക്കി പണം നൽകിയാൽ. ഒപ്പം തന്നെ ഇതിൽ CPM-നെയും ചില CPM നേതാക്കളെയും സംശയത്തിന്റെ നിലയിൽ നിർത്തുന്ന ഗുരുതരമായ ആരോപണങ്ങളും ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ആരോപണം CPM-ന്റെ പ്രമുഖനായ കണ്ണൂരിൽ നിന്നുള്ളൊരു നേതാവ്, പിണറായി വിജയന്റെ അത്രയും തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ BJP-യിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഷെയ്ഡി ക്യാരക്ടറായിട്ടുള്ള ദല്ലാൽ നന്ദകുമാർ തന്നെ വന്ന് കാണുന്നത്, അതിന്റെ ചർച്ചകൾ നടത്തുന്നത്, അല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാറുമായി ആദ്യമായി ഒരു ബന്ധം തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. അങ്ങനെ ശോഭാ സുരേന്ദ്രനെ വന്ന് കാണാനുള്ള കാരണമായി അവർ തന്നെ പറയുന്നത് മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ചുമതലയുണ്ടായിരുന്ന, ദക്ഷിണേന്ത്യയുടെ ചുമതലയുണ്ടായിരുന്ന ആളായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചർച്ച നടത്തിയത്. ആ ചർച്ചകളൊക്കെ വളരെ മുന്നോട്ട് പോയിരുന്നു. 1-2 തവണ നേരിൽ കണ്ടു. ദല്ലാൽ നന്ദകുമാർ പറയട്ടെ, എവിടെ, ആരാണ് ഈ നേതാവ് എന്നുള്ളൊരു ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതിന് ശോഭാ സുരേന്ദ്രൻ, ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇത്രയും പ്രകോപിതയാകാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ CPM-നെയും ഒപ്പം തന്നെ ചില CPM നേതാക്കളെയും ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഇതിലേക്ക് വലിച്ചിടാനുള്ള ഒരു കാരണമായി ശോഭാ സുരേന്ദ്രൻ ഒരു പക്ഷേ മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിൽ ദല്ലാൽ നന്ദകുമാറിന് പിന്നിൽ ചില CPM നേതാക്കളാണ് എന്നുള്ളൊരു വിലയിരുത്തലിന്റെ ആരൊക്കെയാണ് ആരുടെയൊക്കെ പിന്നിൽ എന്നതൊക്കെ വലിയ ചോദ്യമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ പലതും സംഭവിക്കാറുണ്ട്. അത്തരം ഒരു ആരോപണം, അതിനപ്പുറത്തെ ഗൗരവമുണ്ടോ എന്നത് ഈ ആരോപണത്തിന്റെ ഇനിയുള്ള വളർച്ചയിലാണ് മനസ്സിലാക്കുന്നത്. പിന്നിൽ മാത്രമല്ല, ഇതിനൊക്കെ മുന്നിലും ആരെങ്കിലും ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്.